ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഇസ്രായേൽ ആക്രമണത്തിനൊപ്പം അമേരിക്കയും പങ്കുചേർന്നുവെന്ന് സൂചന. അമേരിക്കയുടെ ബോംബർ വിമാനമായ B-2 ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി നീങ്ങി തുടങ്ങിയതായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തുടർച്ചയായ 9ാം ദിനവും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ആക്രമണം തുടരുകയാണ്. അതിനിടെ GCC രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്തുന്നു. വിശദാംശങ്ങളുമായി ഇപ്പോൾ അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര, ഒപ്പം മുഹമ്മദ് അൻവർ, ന്യൂസ് ഡെസ്കിൽ നിന്ന് അൻവർ പാലേരി ഒപ്പം ചേരുന്നുണ്ട്. ആദ്യം മധു കൊട്ടാരക്കരയിലേക്കാണ്. മധു, ഈ അമേരിക്ക ഇറാനെതിരായ ആക്രമണത്തിൽ പങ്കാളിയാകുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നല്ലോ, അത് ഉറപ്പിക്കാമോ? എന്താണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മധു? ഉന്മേഷ്, അമേരിക്ക പരോക്ഷമായി ഈ യുദ്ധത്തിൽ സഹായിക്കുന്നുണ്ടെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹു ഏറ്റവും കൂടുതൽ ഡൊണാൾഡ് ട്രംപിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നത് ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ അവിടെ എത്തിക്കണം. ഈ ബോംബ് എത്തിക്കണമെങ്കിൽ ആ B-2 വിമാനവും അമേരിക്കയ്ക്ക് മാത്രമേ ഉള്ളൂ. ഏതാണ്ട് 30,000 പൗണ്ട് ഭാരമുള്ള ഈ ബോംബുകൾ അല്പസമയം മുമ്പാണ് അമേരിക്കയിലെ മിസോറി വ്യോമസേനാ കേന്ദ്രത്തിൽ നിന്ന് യാത്ര തിരിച്ചിരിക്കുന്നത്. ഇപ്പോൾ അത് പസഫിക് സമുദ്രത്തിന്റെ മുകളിലാണ്. ഇത് കൃത്യമായിട്ട് ഇത് ലക്ഷ്യം വെക്കുന്നത് പശ്ചിമേഷ്യയാണോ എന്നറിയത്തില്ല. പക്ഷേ ഇപ്പോൾ ന്യൂജേഴ്സിയിൽ നമ്മുടെ 24ന്റെ ഓഫീസിന്റെയൊക്കെ തൊട്ടടുത്ത് ഉള്ള ഒരു സ്ഥലത്താണ് ഡൊണാൾഡ് ട്രംപ് ഉള്ളത്. അദ്ദേഹം അടിയന്തരമായിട്ട് തിരിച്ച് വൈറ്റ് ഹൗസിലേക്ക് പോവുകയാണ്. ദേശീയ സുരക്ഷാ സമിതിയുടെ അടിയന്തര യോഗം അല്പമണിക്കൂറുകൾക്കകം ചേരും. ആ യോഗത്തിൽ ഒരുപക്ഷെ ഒരു നിർണായക തീരുമാനം ഉണ്ടായേക്കാം. പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഒരു യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ വേണ്ട രീതിയിൽ സൈന്യത്തെ വിന്യസിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആയിരിക്കാം ഒരുപക്ഷെ ഈ ബങ്കർ ബോംബുകൾ അങ്ങോട്ട് നീക്കിയിരിക്കുന്നത്. ഏതാണ്ട് 200 അടി താഴ്ച വരെ ഈ ബങ്കർ ബോംബുകൾക്ക് ഭൂമിയെ പെനിട്രേറ്റ് ചെയ്ത് പോകാൻ പറ്റും. ഈ ഫോർദോ ആണവ നില കേന്ദ്രം ഏതാണ്ട് 260 അടി താഴ്ചയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അവിടെയാണ് ഈ ഏറ്റവും അവരുടെ ആണവായുധങ്ങൾ ശേഖരിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഉന്മേഷ്, മധു, ഇപ്പോൾ ഇനി ചേരാൻ പോകുന്ന ഈ സുരക്ഷാ കമ്മിറ്റിയിൽ അതിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണോ മധു? ഉന്മേഷ്, നമുക്കത് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. കാര്യം അമേരിക്ക എല്ലാ വശങ്ങളും ഇതിന്റെ വരുംപരായികളും എല്ലാം ചർച്ച ചെയ്യും. തന്നെയുമല്ല, ലോക രാജ്യങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം കാണും. ഇതെല്ലാം വിലയിരുത്തിയതിൻ്റെ മാത്രമേ ഇത്തരം ഒരു നീക്കം ഉണ്ടാകൂ. തന്നെയുമല്ല, ഒരുപക്ഷെ ഇതൊരു സമ്മർദ്ദതന്ത്രമാകാനും സാധ്യതയുണ്ട് ഉന്മേഷ്. കാരണം ഒരു വശത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോഴും ഇറാന്റെ പ്രതിനിധിയും അതുപോലെ വൈറ്റ് ഹൗസിൽ ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധിയുമായിട്ട് നിരന്തരമായി സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇസ്രയേൽ ആക്രമണം നിർത്തിയാൽ മാത്രമേ ചർച്ചയ്ക്ക് വരൂ എന്നുള്ള ഒരു നിലപാട് ഇറാൻ എടുത്തതോടുകൂടി ഈ ചർച്ചകൾ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരിക്കുകയാണ്. ശരി, മധു കൊട്ടാരക്കരയാണ് ഇപ്പോൾ അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.